അല്ലെങ്കിൽ നമുക്ക് കളിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ക്യാരം ബോർഡ് ഉണ്ട്, ഷട്ടിൽ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഇല്ലേ? അപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇന്നാണ് ദേശീയ കായിക ദിനം, അതായത് നാഷണൽ സ്പോർട്സ് ഡേ. ഒരു മഹാന്റെ അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജന്മദിനമാണിന്ന്. ആരുടെയാണെന്ന് അറിയോ? ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണിന്ന്. ധ്യാൻ ചന്ദ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ധ്യാൻ ചന്ദ് ആരാണെന്നറിയോ? ആരാ? വലിയൊരു ഹോക്കി കളിക്കാരനായിരുന്നു ധ്യാൻ ചന്ദ്. മറ്റു രാജ്യങ്ങൾക്കെതിരെ ഒരുപാട് ഗോളുകൾ അടിക്കുകയും. മാഷുടെ ദിനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാലയത്തിന്റെ ജീവൻ തുടിക്കുന്നത് അതിന്റെ കളിക്കളങ്ങളിലാണെന്ന്. നമ്മുടെ വിദ്യാലയത്തിന് നല്ല ഒരു കളിക്കളമുണ്ട് എന്നത് തന്നെയാണ് നമ്മുടെ വിദ്യാലയം നല്ല വിദ്യാലയമാണ് എന്ന് നാം പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരളവ്. നല്ല ഒരു വിജയം കരസ്ഥമാക്കിയ നമ്മുടെ സബ് ജൂനിയർ ആൺകുട്ടികളുണ്ട്. അപ്പൊ എല്ലാവരും നല്ലൊരു കയ്യിൽ സബ് ജൂനിയർ ആൺകുട്ടികൾക്ക് കൊടുക്കും. കളി കഴിഞ്ഞില്ല അതിന് സബ് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ജില്ലാ മത്സരങ്ങളിൽ അൻവിൻ പങ്കെടുക്കും. അബ്രാഹം, ശ്രീഹരി, സഞ്ജയ് നാഥ്, രജത് കൃഷ്ണ, കൃഷ്ണദാസ്, ശ്രീറാം, ജിയാ, അഭിനവ് ഇ പി, അശ്വജിത്, നന്ദഘോഷ്, ഏഞ്ചലാൻ, ആൽഫ്രഡ് പോൾ, അൻവിൻ, വിനായക്, ഏഞ്ചോൺ, ആശിഷ്. ഓക്കെ, അപ്പൊ ഇത്ര പേരാണ്. ഓക്കെ, നൗലി, നിയാറോസ്, നിങ്ങൾ അടുത്തേക്ക് ബക്ര, ഏഞ്ചലീന, അരുന്ധതി, അനിഹ, മേഘ, ആര്യനന്ദ, രാജശ്രീ, ആര്യശ്രീ, ശ്രീലക്ഷ്മി, ആഗ്ന്യ, അരുന്ധതി. എങ്കിലാണ് ഫുട്ബോളിന്റെ കേട്ടോ. ആര്യനന്ദ അവിടെ. അപ്പൊ എന്തായാലും